ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ പെരട്ടാണ്. ഇതിലേക്ക് ചിക്കൻ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്നതാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ നമ്മൾ 1/2 കിലോ കൂടുതൽ എടുത്തിട്ടുണ്ട്. 2 സവാള അത് നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറുതാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി തിരുമ്മി വയ്ക്കണം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും നമ്മുടെ ആവശ്യത്തിനാണ് എടുക്കുന്നത്. എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് കുരുമുളക് പൊടി വളരെ കുറച്ച് മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുരുമുളക് പൊടി വളരെ കുറച്ചിട്ടാൽ മതി. എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. അരമണിക്കൂറൊന്നും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, വളരെ കുറച്ച് സമയം വെക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നന്നായിട്ട് തിരുമ്മി വെച്ചിരുന്ന കുറച്ചുകൂടി നന്നായിരിക്കും. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. നമുക്ക് സവാള വഴറ്റിയെടുക്കാനുള്ള ഓയിൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതിലേക്ക് ഇഞ്ചി മാത്രം ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ നന്നായിരിക്കും. നമ്മളിത് അവസാനം അരച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് വെളുത്തുള്ളിയെല്ലാം അങ്ങനെ തന്നെ ഇടുന്നത്. പച്ചമണം മാറുമ്പോൾ നമ്മൾ സവാള ചേർക്കുക. ഒരുപാട് മൂക്കുകയൊന്നും വേണ്ട. നമ്മളിത് അരച്ചെടുത്തിട്ട് വീണ്ടും ഈ അരപ്പ് ഒന്നുകൂടി മൂപ്പിക്കും. സവാള ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സവാളയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് നമ്മൾ സവാള വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ കറിയിലേക്കും കൂടിയുള്ള ഉപ്പായിട്ടാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരുപാടങ്ങ് മൂപ്പിക്കുകയൊന്നും വേണ്ട. പച്ചമണമൊക്കെ മാറി നിറമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് ആ പാകം മതി. നിറമൊക്കെ മാറി. നമുക്ക് ഇതിലേക്ക് ഇനി തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. മഞ്ഞൾപ്പൊടി, കുരുമുളക് ആവശ്യത്തിന് മതി, അത് എരിവനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. ഞാൻ 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. 3 സ്പൂണൊക്കെ ആകുമ്പോൾ നന്നായി എരിവുണ്ടായിരിക്കും. 2.5 സ്പൂൺ മല്ലിപ്പൊടി, അങ്ങനെ നിങ്ങൾ ചേർക്കുന്ന മുളക് പൊടിക്ക് ആനുപാതികമായിട്ട് വേണം മല്ലിപ്പൊടി ചേർക്കാൻ. ഇനി ഗരം മസാലപ്പൊടി കൂടി ചേർക്കണം. കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി എടുക്കണം.
നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട്, ഇത് തണുപ്പായിട്ട് വേണം, ഇത് ചൂട് പോയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ചൂടൊക്കെ പോയി നമ്മൾ അരച്ചെടുക്കുകയാണ്. പാൻ അടുപ്പത്ത് വെച്ച് വളരെ കുറച്ച് എണ്ണ, നമ്മൾ സാധാരണ ഒരു കടുക് വറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണയേക്കാൾ ഒരു സ്പൂൺ കൂടുതൽ മതി. വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് വേണം ഇത് തയ്യാറാക്കാൻ. കറിവേപ്പില ഇട്ടു, എണ്ണ ചൂടായപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പിൽ വെള്ളമൊന്നുമില്ല. അരപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ ഫ്ലെയിം മതി, ഇത് അടിയിലൊന്നും പിടിക്കാതെ കരിയാതെ. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് മതിയാകും. നമ്മൾ നേരത്തെ ഉപ്പിട്ടത് കൊണ്ട് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്, നമ്മൾ ചിക്കനിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ കറിയിലാണ് ഉപ്പ് ചേർത്തെടുക്കുന്നത്, അരപ്പിലാണ് ഉപ്പുള്ളത്. നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കണം. മഞ്ഞളും കുരുമുളകും പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്കിട്ട് നന്നായിട്ട് ഓരോ പീസിലും അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. കാര്യം നമ്മൾ ചിക്കനിൽ ഉപ്പോ മറ്റൊന്നും ചേർത്തിട്ടില്ല, ആകെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. മുളക് പൊടിയൊന്നും ചേർക്കാത്തത്. നമ്മൾ ഓരോ പീസിലേക്കും ഈ അരപ്പെത്തണം. നമ്മളതിന് വേണ്ടി ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ പീസാണ്, അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ തീരെ ചെറിയ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്കൊരു അല്പം തീ ഒന്ന് കൂട്ടി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്കാക്കി അരപ്പ് എല്ലായിടത്തേക്കും എത്തിക്കണം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായി തിളച്ച് നന്നായി മണമൊക്കെ വരാൻ തുടങ്ങി. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് മതി. മൂടിയെടുത്ത് എന്താ മണം! എല്ലായിടത്തും അരപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് നല്ല കുട്ടപ്പനായി ഇരിപ്പുണ്ട്. അരപ്പൊക്കെ നല്ല കട്ടിയായി തുടങ്ങി. എല്ലാ പീസിലും അരപ്പ് നന്നായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പുരട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും പുട്ടിനൊപ്പം എല്ലാ പലഹാരത്തിനൊപ്പവും നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ വളരെ ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്, നല്ല മണവും ഒക്കെയാണ്. നിങ്ങളിത് വീട്ടിലും ഉണ്ടാക്കണം. കാണാൻ തന്നെ എന്താ ഭംഗി!